ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തുണി ഉപയോഗിച്ച് നമുക്കെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഹാൻഡ് ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 14 ഇഞ്ച് വീതിയും 27 ഇഞ്ച് നീളവുമുള്ള ഒരു നല്ല തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയാണ് ബാഗിൻ്റെ പുറം ഭാഗത്ത് കാണുന്നത്. ഇനി ഇതേ അളവിൽ കനം കുറഞ്ഞ ഇതുപോലെയുള്ള സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ബാഗിനൊരു ബലത്തിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സെയിം അളവിൽ ഒരു ലൈനിങ് തുണിയും എടുത്തിട്ടുണ്ട്. ഈ ബാഗിൻ്റെ അകവശത്ത് ഒരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം 12 ഇഞ്ചും വീതി 10 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ബാഗിൻ്റെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയും 27 ഇഞ്ച് നീളവുമുള്ള 2 പീസ് നല്ല തുണി എടുത്തിട്ടുണ്ട്. സെയിം അളവിലുള്ള 2 പീസ് കനം കുറഞ്ഞ സ്പോഞ്ചും 2 പീസ് ലൈനിങ് തുണിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 15 ഇഞ്ച് നീളത്തിലുള്ള സിബാണ്. ബാഗ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെയിൻ തുണിയുടെ മുകൾ വശത്ത് ഇതുപോലെ സ്കെയിൽ വെച്ച് ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ വീണ്ടും ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മുഴുവനായും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലൈനിലൂടെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പോക്കറ്റിന് വേണ്ടി എടുത്തിരുന്ന ലൈനിങ് തുണിയെ ഇതുപോലെ ഒന്ന് രണ്ടായി മടക്കിയെടുക്കണം. എന്നിട്ട് 2 സൈഡും മുകൾ ഭാഗം കുറച്ച് ഗ്യാപ്പ് വിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഗ്യാപ്പിലൂടെയാണ് ഉൾവശം പുറത്തേക്ക് മറിച്ചെടുക്കുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്യാപ്പിലൂടെ ഉൾവശം പുറത്തേക്കൊന്ന് മറിച്ചെടുക്കാം. പുറത്തേക്ക് മറിച്ചെടുത്തതിന് ശേഷം ഈ 2 സൈഡും ഉള്ളിലേക്കൊന്ന് മടക്കി അയൺ ചെയ്തെടുക്കണം. ഇനി ഈ പോക്കറ്റിനെ ലൈനിങ് തുണിയുമായി അറ്റാച്ച് ചെയ്തെടുക്കണം. ലൈനിങ് തുണിയുടെ നല്ല സൈഡിൽ പോക്കറ്റിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം താഴേക്ക് വരുന്ന പോലെ ഇതുപോലെ ഒന്ന് വെച്ച് ഈ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്ററിലൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിലൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തപ്പോൾ 2 പോക്കറ്റായിട്ട് കിട്ടി. ഇനി ബാഗിൻ്റെ മെയിൻ തുണി റോങ് സൈഡ് മുകളിൽ വരുന്ന പോലെ നിവർത്തിയിടാം. ഇതിന് മുകളിലായി കനം കുറഞ്ഞ സ്പോഞ്ച് നിവർത്തിയിടണം. ഇതിനു മുകളിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത ഭാഗം മുകളിൽ വരുന്ന പോലെ ലൈനിങ് തുണിയും നിവർത്തിയിടണം. ഇനി ഇതിൻ്റെ 4 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിബ് അറ്റാച്ച് ചെയ്യണം. ഇതിന് നല്ല വശം മുകളിൽ വരുന്ന പോലെ നിവർത്തിയിടാം. ഈ സിബിൻ്റെ നല്ല സൈഡും തുണിയുടെ നല്ല വശവും തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തതിന് ശേഷം ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സിബിനെ ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഈ നല്ല സൈഡിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മറ്റേ സൈഡിലൂടെയും സിബ് അറ്റാച്ച് ചെയ്യണം. രണ്ട് സൈഡിലൂടെയും സിബ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം പുറത്തേക്കൊന്ന് മറിച്ചിടണം. ഉൾവശം പുറത്തേക്ക് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ നിന്ന് മുകളിലേക്ക് 3 ഇഞ്ചും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് ഒരു സ്ക്വയർ രൂപത്തിൽ വരച്ചെടുക്കാം. ഇതുപോലെ മറ്റേ സൈഡിലും വരച്ചെടുക്കണം.
ഈ വരച്ചെടുത്ത മാർക്കിങ്ങിലൂടെ തുണി കട്ട് ചെയ്തെടുക്കണം. രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോർണറിൽ നിന്ന് ഇതുപോലെ ഒന്ന് പിടിച്ച് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ബാഗിൻ്റെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ തുണി ഇതുപോലെ നിവർത്തിയിടാം. ഇതിന് മുകളിലായി കനം കുറഞ്ഞ സ്പോഞ്ച് നിവർത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ ലൈനിങ് തുണിയും നിവർത്തിയിടണം. ഇനി രണ്ട് സൈഡിൽ നിന്നും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാഗിൻ്റെ രണ്ട് ഹാൻഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാഗുമായി അറ്റാച്ച് ചെയ്യണം. ഇതിന് ബാഗിൻ്റെ രണ്ട് വശത്തു നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. മാർക്ക് ചെയ്ത രണ്ട് സൈഡിലും ഹാൻഡിൻ്റെ രണ്ട് ഭാഗവും അറ്റാച്ച് ചെയ്തെടുക്കാം. താഴെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. രണ്ട് ഹാൻഡും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കണം. ഇത്രയുമായാൽ നമ്മുടെ ഹാൻഡ് ബാഗ് ഇവിടെ റെഡിയായി. ചിലവ് വളരെ കുറവും എന്നാൽ വളരെ ഈസിയുമാണ് ഈ ഹാൻഡ് ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.